ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിലെ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 25-26 അധ്യായങ്ങൾ നമ്മൾ വായിച്ചു. സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിന് മനുഷ്യരുടെ ഇടയിൽ വസിക്കുവാൻ തക്കവണ്ണം വിശുദ്ധമായൊരു സ്ഥലമുണ്ടാക്കുവാനും അവർ പോകുന്നിടത്തൊക്കെയും അവരോട് ചേർന്ന് അത് കൊണ്ടുപോകുന്നതിനും വീണ്ടും സ്ഥാപിക്കുന്നതിനും യാഗം അർപ്പിക്കുന്നതിനൊക്കെയുള്ള ക്രമീകരണം ദൈവം ചെയ്തു കൊടുക്കുന്നു. അതിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. മുന്നോട്ടുള്ള ചാപ്റ്ററുകൾ ഇതിനകത്തെ സാധനങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പല ചാപ്റ്ററുകളിൽ ആവർത്തിച്ച് വീണ്ടും ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഓരോ അതിനകത്തെ സാധന സാമഗ്രികളുടെ ഒരു ചെറിയ വിശദീകരണമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരുപക്ഷെ വേദോസ്തത്തിൽ പറഞ്ഞേക്കുന്ന ആ ക്രമത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമാകും. കാരണം പല ചാപ്റ്ററുകൾ ഇത് പറഞ്ഞേക്കുന്നതുകൊണ്ട് ആ രീതിയിലാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് പറയുന്നത് പ്രാകാരത്തെക്കുറിച്ചാണ്. പ്രാകാരത്തിനകത്ത് ഒരു മറശ്ശീലയുണ്ട്. പ്രാകാരത്തെ ഇതുമായിട്ട് വേർതിരിക്കുന്നത് അതുണ്ടാക്കേണ്ടത് വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടാണ്. അതിന് ഒരു മറശ്ശീല അതിന് അതിരായിട്ടുണ്ട്. അത് തൂണുകളാൽ അത് താങ്ങപ്പെട്ടതും കിഴക്കേ അറ്റത്ത് മറ ഒരു വാതിലായിട്ടുള്ളതുമായ ഈ സ്ഥലത്തിന് 100 മുഴം നീളവും 50 മുഴം വീതിയുമാണ്. 100 മുഴം എന്ന് പറയുന്നത് ഇന്നത്തെ ഇതനുസരിച്ച് 150 അടി നീളം, 50 മുഴമെന്ന് പറഞ്ഞാൽ 75 അടി വീതിയുള്ള ഒരു സ്ഥലമാണ്. ആ മറയുണ്ടാക്കേണ്ടത് വെള്ള പഞ്ഞിനൂൽ കൊണ്ടാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് വെള്ള കാണിക്കുന്നത്. ദൈവം വിശുദ്ധനാണെന്നും തൻ്റെ സാന്നിധ്യത്തിൽ യാതൊരു പാപത്തിനും പ്രവേശിക്കാൻ സാധ്യമല്ല എന്നും സൂചിപ്പിക്കുന്നതിനാണ് വെളുത്ത നിറമുള്ള വെള്ള പഞ്ഞിനൂൽ കൊണ്ട് അതുണ്ടാക്കുവാൻ ആവശ്യപ്പെടുന്നത്. ഇനി അതിന് തൂണുകളുണ്ട്. ആ തൂണുകൾ വെള്ളി കൊണ്ടുള്ള അഗ്രം അതിനുണ്ടാകണം. വെള്ളി വീണ്ടെടുപ്പിൻ്റെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. മുന്നോട്ട് നമ്മൾ ചെല്ലുമ്പോൾ പലതും കാണാം വെള്ളി കൊണ്ട് ആളുകളെ എണ്ണുന്നതായ സമയത്ത് ഓരോ പുരുഷനും 1/2 ശെക്കെൽ വെള്ളി കൊണ്ട് കൊടുക്കണമെന്നുള്ളതാണ്. മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ കാണാൻ പറ്റും. 1/2 ശെക്കെൽ വെള്ളി വീതം അത് പാപപരിഹാരത്തിനായിട്ട് കൊണ്ടു കൊടുക്കണമെന്നുള്ളതാണ്. അതിൻ്റെ കിഴക്ക് വശത്ത് വാതിൽ. കിഴക്കെന്നുള്ളത് ദൈവത്തിൻ്റെ സാമീപ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ദിക്കായിട്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പടിഞ്ഞാറെന്നുള്ളത് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരവസ്ഥയുമാണ്. അതുകൊണ്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് നമ്മൾ സുവിശേഷ ഭാഗം വായിക്കുക. ലോകത്തോട് ജനത്തോട് നമ്മൾ പറയുന്നു, പ്രാർത്ഥിക്കുന്നത് കിഴക്കോട് തിരിഞ്ഞു നിന്നുകൊണ്ടാണ്. കാരണം അവിടെ നിന്ന് കിഴക്കുന്ന പടിഞ്ഞാറോളം ദൈവത്തിൻ്റെ വരവ് മിന്നൽ പോലെ ഉണ്ടാകുമെന്ന് കർത്താവും പറഞ്ഞല്ലോ. അപ്പം ആ കിഴക്ക് വശത്താണ് വാതിൽ. വാതിൽ ആരെയാണ് സൂചിപ്പിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ അകത്തു വരുന്നവൻ അവൻ ആ സ്വർഗരാജ്യത്തിലേക്ക് അവൻ പ്രവേശിക്കും. അപ്പോൾ ക്രിസ്തുവാകുന്ന ആ വാതിലിൻ്റെ പഴയ നിയമത്തിലെ ഒരു നിഴലായി ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ അതുണ്ടാക്കേണ്ടത് നീലനൂൽ, ധൂമ്രനൂൽ, ഇത് ചുവപ്പ് നൂൽ, ഇവ കൊണ്ട് മനോഹരമായ ചിത്രത്തയ്യലുള്ള 20 മുഴം എന്ന് പറഞ്ഞാൽ 30 അടി നീളമുള്ള ഒരു മറശ്ശീല ഈ വാതിലിനുണ്ടായിരിക്കണം. ഇനി നമ്മുടെ കർത്താവ് യോഹന്നാൻ 10:9 പറഞ്ഞു, ഞാൻ വാതിലാകണം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. യോഹന്നാൻ 14:6. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 നമ്മൾ വായിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ആ ക്രിസ്തുവിനെയാണ് ഈ വാതിൽ ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത്. ഈ മറശ്ശീല
ചിത്ര തയ്യലുള്ളതായിരിക്കണം. അതായത് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുന്ന കർത്താവിൻ്റെ ആ വലിയ സ്നേഹത്തെ, പ്രീതിയെ കാണിക്കുവാനാണ് അതിൽ ആ ചിത്ര തയ്യലുകൾ വയ്ക്കുന്നത്. അത് വെക്കേണ്ടത് എന്താണ്? കെരൂബുകളുടെ രൂപം കുത്തിവെക്കണം. കെരൂബ് എന്ന് പറഞ്ഞാൽ മാലാഖ. ഏദൻ തോട്ടത്തിൽ കാവലേർപ്പെടുത്തിയതും ഈ കെരൂബുകളെയാണെന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സംരക്ഷണവും ഒക്കെ അറിയിക്കുവാൻ വേണ്ടി പലപ്പോഴും ഈ കെരൂബുകളുടെ രൂപം അവിടെ കുത്തിവെക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു. നമുക്കറിയാം, ഇതിനു മുൻപ് ന്യായപ്രമാണം കൊടുത്തപ്പോൾ ഒന്നിൻ്റെ രൂപം ഉണ്ടാക്കില്ലെന്നൊക്കെ യഹോവയായ ദൈവം പറഞ്ഞു. അത് നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. ആരാധനയ്ക്കായി ദൈവം എന്ന രീതിയിൽ അതിനെ ആരാധിക്കരുതെന്നുള്ളതാണ്. ഇത് ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, മാലാഖമാരെ സൂചിപ്പിക്കാൻ വേണ്ടി കെരൂബുകളുടെ രൂപം ചിത്ര തയ്യലോടുകൂടി ഈ മറശ്ശീലയിൽ ഉണ്ടായിരിക്കണം. അതിനുപയോഗിക്കുന്നതായ നിറം, നീല നിറം, ആകാശത്തിൻ്റെ നിറമാണല്ലോ നീലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന നമ്മുടെ കർത്താവിൻ്റെ ആ വലിയ അനുഭവത്തെയാണ് ഇവിടെ ആ നീല നിറം സൂചിപ്പിക്കുന്നത്. ധൂമ്ര നിറം അതവൻ്റെ രാജ്യത്വത്തെ ആണ് അത് സൂചിപ്പിക്കുന്നത്. ചുവപ്പ് നമ്മുടെ കർത്താവിൻ്റെ ത്യാഗപൂർണമായ ജീവിതം, അവൻ്റെ രക്തസാക്ഷിത്വത്തെ അത് സൂചിപ്പിക്കുകയാണ്. പിരിച്ച പഞ്ഞുനൂല് യേശുക്രിസ്തുവിൻ്റെ ജീവിത നൈർമല്യത്തെ അത് കാണിക്കുന്നു എന്നുള്ളതാണ്. ഈ വാതിലിന് 4 തൂണുകളുണ്ട്. ഈ 4 തൂണുകളെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീരുന്ന 4 സുവിശേഷങ്ങളായി പുതിയ നിയമത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ക്രിസ്തുവാകുന്ന വാതിൽ, അതിനെ താങ്ങി നിർത്തുന്നതായ 4 തൂണുകൾ, ആ 4 സുവിശേഷങ്ങൾ. അപ്പോൾ ഈ മറശ്ശീല ഏത് ശിശുവിനും നീക്കാവുന്നതായ രീതിയിൽ അത് വളരെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലേക്ക് ആർക്കും ഏത് സമയത്തും കടന്നു വരാം. യാതൊരു പ്രയാസവും കൂടാതെ ഏത് ശിശുവിനും വൃദ്ധനും എല്ലാം ഒരുപോലെ കടന്നു വരുവാൻ സാധിക്കും. അപ്പം ഇങ്ങനെ അതിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും ഓരോ അർത്ഥം പിതാക്കന്മാർ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഇപ്പം നീല നിറം, ധൂമ്രനൂലം അല്ലെങ്കിൽ നിറം, അതുപോലെ തന്നെ ചുവപ്പ് നിറം, പഞ്ഞിനൂല്, ഇതെല്ലാം നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇതുപോലെ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇനി മുന്നോട്ട് ഓരോ ദിവസവും നമുക്ക് ചിന്തിക്കാം. ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ വീണ്ടും വീണ്ടും വായിക്കുന്നതിനും അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിന് അതിനെ ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നതിനും ക്രിസ്തുവാകുന്ന ആ വാതിലിനെ എപ്പോഴും സ്മരിച്ച് ആ ക്രിസ്തുവാകുന്ന വാതിലിലൂടെ ഓരോ ദിവസവും പ്രഭാതം ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനും വീണ്ടും ഇത് ക്രിസ്തുവാകുന്ന വാതിലൂടെ പ്രവേശിച്ച് വിശ്രമിക്കുവാനും നമുക്കിടയായിട്ട് തീരണം. ആ കർത്താവിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വിലയേറിയ സാധനങ്ങൾ കൊണ്ടൊക്കെ ഇത് കൊണ്ടുവന്ന് നിർമ്മിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് നമ്മുടെ കർത്താവാണെന്നുള്ള ബോധ്യത്തോടെ എല്ലാറ്റിനേക്കാൾ ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുന്ന, അവന് വിധേയപ്പെടുന്ന ഒരനുഭവത്തോടെ ജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.